Hi students, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിന്റെ കേസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒരു പ്രോഗ്രാം എക്സാമ്പിൾ അതുപോലെ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതെന്താണെന്ന് കൂടെ ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഒരു കേസ്. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഇപ്പം ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ക്ലാസ് എ വിച്ച് ഈസ് inherited by class B and C. A, ബിയുടെയും സിയുടെയും പാരന്റ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസിന്റെ കേസാണ്. ഒരു സിംഗിൾ പാരന്റ്, ടു ഡിഫറെന്റ് ചൈൽഡ്. ദെൻ ലോവർ പോർഷൻ മാത്രം നോക്കുക. ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി ഈസ് ഇൻഹെറിറ്റഡ് ബൈ ക്ലാസ് ഡി. ക്ലാസ് ഡിയിലേക്ക് ബിയുടെ പ്രോപ്പർട്ടിയും സിയുടെ പ്രോപ്പർട്ടിയും ഇൻഹെറിറ്റ് ചെയ്യുകയാണ്. സോ ലോവർ പോർഷൻ ആക്ട് ആസ് എ കേസ് ഓഫ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ പാരന്റ് വരുന്നതുകൊണ്ട് ലോവർ പോർഷൻ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ സ്ട്രക്ചറിലാണുള്ളത്. സോ ഇനി വെർട്ടിക്കലി നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസും കാണാൻ പറ്റും. സോ ഈ ഒരു സിറ്റുവേഷൻ നമുക്കൊരു പ്രോഗ്രാം എക്സാമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓരോ ക്ലാസ്സസിലും ഡാറ്റ മെമ്പേഴ്സിനെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ക്ലാസ് എയുടെ മെമ്പേഴ്സിനെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എ ബി എ സി എന്നാണ് ഞാൻ നെയിം ചെയ്തിരിക്കുന്നത് വിത്ത് ഇനീഷ്യൽ വാല്യൂസ് 1 2 and 3. എ പബ്ലിക്, എ ബി പ്രൊട്ടക്റ്റഡ്, എ സി പ്രൈവറ്റ്. 3 ടൈപ്സിലുള്ള മെമ്പേഴ്സിനെയും ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലാസ് ബി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ക്ലാസ് ബി ഇൻഹെറിറ്റിംഗ് എ ഇൻ വിച്ച് മോഡ്? പ്രൈവറ്റ് മോഡിലാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. അഗെയിൻ ഇവിടെ ക്ലാസ് ബിയുടെ ഓൺ മെമ്പേഴ്സ് ഉണ്ട്. പബ്ലിക് ആയിട്ട് ബി എ, പ്രൊട്ടക്റ്റഡ് ആയിട്ട് ബി ബി, പ്രൈവറ്റ് ആയിട്ട് ബി സി വിത്ത് ദ ഇനീഷ്യലൈസ്ഡ് വാല്യൂസ്. ഇനി ക്ലാസ് സി നോക്കാം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലാസ് സി ഈസ് ഇൻഹെറിറ്റിംഗ് ക്ലാസ് എ വിത്ത് പ്രൊട്ടക്റ്റഡ് മോഡ്. പിന്നെ ഇവിടെ ക്ലാസിന്റെ അകത്ത് അതിന്റെ ഓൺ മെമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്, സി എ, സി ബി ആൻഡ് സി സി. ഓക്കെ, ദെൻ ക്ലാസ് ഡി. ക്ലാസ് ഡിന്റെ അകത്ത് നമ്മൾ എനെയും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, ബിനെയും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, സിനെയും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് ഇൻ പബ്ലിക് മോഡ്. ഞാൻ എല്ലാ ടൈപ്പിലുള്ള മോഡ് ഓഫ് ഇൻഹെറിറ്റൻസും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം സെയിം ആയിട്ട് വരാം, ഇതുപോലെ ഡിഫറെന്റ് ആയിട്ട് വരാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാം നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച്. ഇവിടെ ഞാൻ ഡിഫറെന്റ് മോഡ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ പ്രോപ്പർട്ടീസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും ഓരോ മോഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നോക്കുക. ക്ലാസ് ബി ഇൻഹെറിറ്റിംഗ് എ ഇൻ പ്രൈവറ്റ് മോഡ്. പ്രൈവറ്റ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ക്ലാസ് എയുടെ പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പർ ബിക്കം പ്രൈവറ്റ് ഓഫ് ക്ലാസ് ബി. പ്രൈവറ്റ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ബിക്കം പ്രൈവറ്റ് ഓഫ് ക്ലാസ് ബി. പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് ഒരിക്കലും പാരന്റിൽ നിന്ന് ചൈൽഡിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഏത് മോഡിലാണെങ്കിലും. പ്രൈവറ്റ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോഴും പബ്ലിക് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ചൈൽഡില് പ്രൈവറ്റ് മെമ്പേഴ്സ് ആയിട്ട് മാറും വിത്ത് ദ സെയിം ഇനീഷ്യലൈസ്ഡ് വാല്യൂ. ഇനി ഇവിടെ നോക്കുക, പ്രൊട്ടക്റ്റഡ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ പാരന്റിന്റെ പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ചൈൽഡിനകത്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വരിക, പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ദെൻ നമുക്ക് ഇനി ഈ ഒരു കേസിൽ നോക്കാം. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ക്ലാസ് ഡി ഇൻഹെറിറ്റിംഗ് ഫ്രം ബി ആൻഡ് സി, രണ്ടും പബ്ലിക് മോഡിലാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. രണ്ട് ക്ലാസ്സിൽ നിന്നും കൂടെ ഇൻഹെറിറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? പബ്ലിക് മോഡിലാണെങ്കിൽ ക്ലാസ് ബിയുടെ പബ്ലിക് മെമ്പേഴ്സ് ഇവിടെ പബ്ലിക് ആയിട്ട് വരും, ഇവിടുത്തെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വരും. അതുപോലെ ക്ലാസ് സിയുടെ പബ്ലിക് മെമ്പേഴ്സ് ഇവിടെ പബ്ലിക് ആയിട്ട് തന്നെ വരും, പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വരും. പ്രൈവറ്റ് മെമ്പേഴ്സ് ഒരിക്കലും ചൈൽഡിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യില്ല. ഇതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ പബ്ലിക് സെക്ഷനിൽ ആരൊക്കെയുണ്ട്? ക്ലാസ് ഡിയുടെ ഓൺ മെമ്പേഴ്സ് ഡി എ, ഡി ബി, ഡി സി ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ നമ്മുടെ ക്ലാസ് ബിയുടെ പബ്ലിക് മെമ്പർ ബി എ ഈക്വൽ ടു 4 ഇവിടെ പബ്ലിക് മെമ്പർ ആയിട്ട് നമുക്ക് ആഫ്റ്റർ ഇൻഹെറിറ്റൻസ് അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ പ്രൊട്ടക്റ്റഡ് മെമ്പർ നമ്മുടെ ക്ലാസ് ഡിക്കകത്ത് പ്രൊട്ടക്റ്റഡ് മെമ്പർ ആയിട്ട് തന്നെ വരും.
ഓക്കെ, ഇവിടെ ബിയുടെ വാല്യൂ 5 ആയിരിക്കും. ഓക്കെ, ദെൻ അതുപോലെ ക്ലാസ് സിയുടെ പബ്ലിക് മെമ്പർ CA = 7 ഇവിടെ പബ്ലിക് മെമ്പർ ആയിട്ട് വരും. അതുപോലെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് CB, അതുപോലെ AA, AB ഇതും ഇവിടെ വരും. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ ഇൻഹെറിറ്റൻസ് നമ്മുടെ ക്ലാസ് ഡിയിൽ ഇത്രയും മെമ്പേഴ്സ് ഉണ്ടാവും എന്നാണ് നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു കേസിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ ഇപ്പൊ നോക്കുക, ക്ലാസ് ഡിയുടെ പാരന്റ് ആണ് ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി. ബിന്നും സിന്നും നമ്മൾ ഡിയിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ബി ആൻഡ് ഡിയില് നമ്മുടെ എ ആൻഡ് AB മെമ്പേഴ്സ് എങ്ങനെയാണ്? ഇവിടെയും AB മെമ്പർ ഉണ്ട്, ഇവിടെയും AB മെമ്പർ ഉണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് മെമ്പേഴ്സ് ഇവിടെ രണ്ട് ക്ലാസ്സിലും വന്നിരിക്കുന്നത്? ക്ലാസ് എ എന്ന് ഇൻഹെറിറ്റ് ചെയ്തതിന് ശേഷമാണ് AB മെമ്പർ ക്ലാസ് ബിക്കകത്ത് എത്തിയിരിക്കുന്നത്, അതുപോലെ ക്ലാസ് സിക്കകത്ത് എത്തിയിരിക്കുന്നത്. ഇവിടെ പ്രൈവറ്റ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ പ്രൈവറ്റ് മെമ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നത് AB. അതുപോലെ ഇവിടെ പ്രൊട്ടക്റ്റഡ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്തതുകൊണ്ട് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആയിട്ടാണ് AB വന്നിരിക്കുന്നത്. സ്പെസിഫയേഴ്സിൽ മാറ്റമുണ്ട്, ബട്ട് these two are duplicate entries coming from this parent A. So ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് നമ്മുടെ ഡിയുടെ പാരന്റിൽ വരികയാണെങ്കിൽ while inheriting to D, ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ആണ്. ഈ AB എന്ന് പറയുന്നത് ബിയിലെ മെമ്പറിനെയാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സിയിലെ മെമ്പറിനെയാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നത് അതൊരു കൺഫ്യൂഷൻ ആണ്. ബിക്കോസ് ഇവിടെയും AB വന്നിട്ടുണ്ട് ക്ലാസ് എന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ട്, അതുപോലെ ഇവിടെയും AB വന്നിട്ടുണ്ട് ക്ലാസ് എന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ക്ലാസ് ഡിന്ന് നമ്മൾ നോക്കുമ്പോൾ ബിയിലും AB മെമ്പേഴ്സ് ഉണ്ട്, സിയിലും AB മെമ്പേഴ്സ് ഉണ്ട്. ഇവിടെ പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു പാത്തിലൂടെയുള്ള ഇൻഹെറിറ്റൻസ് ഇവിടെ ബ്ലോക്ക് ചെയ്യും. ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആയിട്ട് ഇവിടെ ഡിയിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യും. അതായിരുന്നു നമ്മുടെ എക്സ്പെക്ടേഷൻ. ബട്ട് ഡിന്ന് നോക്കുമ്പോൾ നമ്മൾ സ്പെസിഫയറിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് AB മെമ്പേഴ്സ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ദീസ് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് പ്രസന്റ് ഇൻ ദിസ് parent B and C will generate an ambiguity here in child D. So ഈ ഒരു ഇൻഹെറിറ്റൻസ് ഇവിടെ പോസിബിൾ അല്ല. ആൻഡ് AB വാല്യൂസിനെ നമുക്ക് ഡിയിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആംബിഗ്യൂറ്റി വന്നതുകൊണ്ട് കൺഫ്യൂഷൻ വരികയാണ്. ഇതിനെയാണോ നമ്മൾ AB എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇതിനെയാണോ എന്നുള്ളത്. രണ്ട് പാരന്റിലും സെയിം വാല്യൂസ് ആണ് ഉള്ളത്, സെയിം ഡാറ്റ മെമ്പേഴ്സ് ആണുള്ളത്. സോ കൺഫ്യൂഷൻ ആണ് ഏതിനെ ഇൻഹെറിറ്റ് ചെയ്യണമെന്ന്. സോ അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് ബ്ലോക്കിംഗ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് സച്ച് ആംബിഗ്വസ് മെമ്പേഴ്സ്. ഇങ്ങനെയുള്ള ആംബിഗ്വസ് മെമ്പേഴ്സിനെ നമ്മളിവിടെ ഇൻഹെറിറ്റ് ചെയ്യത്തില്ല, അതിനെ ബ്ലോക്ക് ചെയ്യും. ഇതാണ് ഇങ്ങനെ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് വരുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, സോ ആഫ്റ്റർ ഇൻഹെറിറ്റൻസ് നമ്മുടെ ഡിയിൽ ഇത്രയും മാത്രമാണ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കുക. DA, DB, DC അത് ഡിയുടെ ഓൺ മെമ്പേഴ്സ് ആണ്. അതുപോലെ ബിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്നിട്ടുള്ള BA, ദെൻ ക്ലാസ് സിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്നിട്ടുള്ള CA, BB, CB. ഇത്രയും മെമ്പേഴ്സ് മാത്രമായിരിക്കും നമ്മുടെ ക്ലാസ് ഡിയുടെ മെമ്പർ ആയിട്ട് വരുന്നത്. ആംബിഗ്വസ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ അറ്റ് ടൈം ഓഫ് ഇൻഹെറിറ്റൻസ് നമ്മൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഏത് സ്പെസിഫയേഴ്സിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും പ്രൊട്ടക്റ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും സെയിം ആണെങ്കിലും ഡിഫറെന്റ് സ്പെസിഫയേഴ്സ് ആണെങ്കിലും മെമ്പേഴ്സ് എന്ന് ഇവിടെയും ഇൻഹെറിറ്റ് ചെയ്ത് വന്നതാണ്, ഇവിടെയും ഇൻഹെറിറ്റ് ചെയ്ത് വന്നതാണ്. സോ ഡിന്ന് നോക്കുമ്പോൾ ദീസ് A and AB മെമ്പേഴ്സ് ആർ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ്. സെയിം ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ടു ഡിഫറെന്റ് പാത്തിൽ നിന്ന് വരുന്ന പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് ഇതുപോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസിനെ ബ്ലോക്ക് ചെയ്യും. ആംബിഗ്വസ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല, അതിനെ ബ്ലോക്ക് ചെയ്യും അറ്റ് ടൈം ഓഫ് ഇൻഹെറിറ്റൻസ്. സോ ഇതിനെ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നോക്കുക, സെയിം കേസ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്രയും മെമ്പേഴ്സിനെയാണ്. ഓക്കെ, ഞാൻ ഇതിനെ പ്രോഗ്രാം കോഡ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ക്ലാസ് എയുടെ മെമ്പേഴ്സ്, ബിയുടേത്
സിയുടേത്, ഫൈനലി ഡിയുടേത്. ഡിയുടെ മെമ്പേഴ്സിന്റെ കൂടെ ഞാൻ ഇവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്പർ ഫംഗ്ഷനും കൂടെ കൊടുത്തിരിക്കുകയാണ് ഇൻ പബ്ലിക് സെക്ഷൻ ഓഫ് ക്ലാസ് ഡി. ഇനി ഡിയിൽ എന്തൊക്കെയാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്? ഇവിടെയുള്ള എല്ലാ മെമ്പേഴ്സിന്റെയും ഡിസ്പ്ലേ കേസാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നോക്കുക, സി ഔട്ട് എ എ. ഈ എ വാല്യൂ ഇവിടെ നമുക്ക് ഡി ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കോൾ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ? എ മെമ്പറിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ഏതൊക്കെയാണ് പോസിബിലിറ്റീസ് എന്ന് നോക്കാം. ഫസ്റ്റ്, എ ബി നമുക്ക് പറ്റുമോ? ഡി ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഡി ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ എ ബി വാല്യൂനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവിടെ എ എത്തിയിട്ടില്ല. എ ബി എന്ന് പറഞ്ഞ ഡാറ്റ മെമ്പർ ഇൻഹെറിറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടില്ല. എന്തുകൊണ്ടാ? എ ബി നമ്മുടെ പ്രൈവറ്റ് മെമ്പർ ഓഫ് ക്ലാസ് എ ആണ്. അത് ഇവിടെ അവൈലബിൾ അല്ല. സോ ഈ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടും വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ് നമുക്ക് ഡയറക്ട്ലി പോസിബിൾ അല്ലാത്ത ഒരു കേസ്? ബി ബി. എന്തുകൊണ്ടാണ്? ബി ബി എന്ന് പറയുമ്പോൾ ക്ലാസ് ബിയുടെ പ്രൈവറ്റ് മെമ്പർ ആണ്. അതൊരിക്കലും ഡിയിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യപ്പെടില്ല. സോ ബി ബിനെയും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബി ബി മെമ്പർ അല്ല. അതുപോലെ ഇനി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ഏതാണ്? സി ബി. സി ബി എന്താണ്? ക്ലാസ് സിയുടെ പ്രൊട്ടക്റ്റഡ് മെമ്പർ ആണ്, സോറി പ്രൈവറ്റ് മെമ്പർ ആണ്. ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ അതൊരിക്കലും ഡിയിൽ വരത്തില്ല, പ്രൈവറ്റ് മെമ്പർ ആയതുകൊണ്ട്. സോ സി ബിനെയും നമുക്ക് ഈ ഡിസ്പ്ലേ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അത് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഈ ഡ്യൂപ്ലിക്കേറ്റ് കേസ് കൊണ്ട് സിയിൽ വരാൻ പറ്റാത്തത് ആരൊക്കെയാണ്? ഏതൊക്കെയാണ്? ഈ രണ്ട് മെമ്പേഴ്സും എ എ, എ സി. കണ്ടോ, എ ആൻഡ് എ സി. അത് ഇവിടെയും ഇവിടെയും ഉണ്ട്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ഇൻ ബി ആൻഡ് സി. സോ ഡിന്ന് നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം ടൈപ്പിലുള്ള വാല്യൂസ് എന്ന് ഇവിടെ എത്തിയിട്ടുള്ളതാണ്. സോ ഇതിൽ ആരെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഡയറക്റ്റ് ആയിട്ട് ഡിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഏത് പാത്തിലൂടെയുള്ള ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് ക്ലിയർ അല്ല. സോ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഇൻഹെറിറ്റൻസിനെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ എ സി എന്ന് പറയുന്ന മെമ്പേഴ്സ് ഇവിടെ നമുക്ക് ഡിയുടെ മെമ്പർ ആയിട്ട് അവൈലബിൾ അല്ല. സോ ഈ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റും എറർ കേസ് ആണ് കാണിക്കുക. അതുപോലെ എ സിയും ഒരു എറർ കേസ് ആയിരിക്കും. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. ബി ബി ഡിസ്പ്ലേ ചെയ്യും, വാല്യൂ 4 എന്ന് ഡിസ്പ്ലേ ചെയ്യും. ബി സി ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 6 എന്ന് ഡിസ്പ്ലേ ചെയ്യും. സി സി ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 9 എന്ന് ഡിസ്പ്ലേ ചെയ്യും. സി എ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 7 എന്ന് ഡിസ്പ്ലേ ചെയ്യും. സി സി ഓൾറെഡി പറഞ്ഞു 9, ഡി എ എന്ന് പറയുമ്പോൾ 10, ഡി ബി 11, ഡി സി 12. സോ ഇത്രയും സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് ഡി ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ നമുക്ക് ഈ പ്രോഗ്രാമിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഏതൊക്കെ വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആവാതിരിക്കുക? എയുടെ വാല്യൂ 1 വരത്തില്ല, എ ബിയുടെ വാല്യൂ 2 വരത്തില്ല, എ സിയുടെ വാല്യൂ 3 വരത്തില്ല. റൈറ്റ്, ദെൻ ബി ബിയുടെ വാല്യൂ ബി ബിയുടെ വാല്യൂ 5 ഡിസ്പ്ലേ ചെയ്യത്തില്ല, സി ബിയുടെ വാല്യൂ 8ഉം ഡിസ്പ്ലേ ചെയ്യത്തില്ല. ബാക്കിയൊക്കെ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ സെയിം പ്രോഗ്രാം കൊടുത്തിരിക്കുകയാണ്. ഇതിനെ റൺ ചെയ്യുമ്പോൾ കണ്ടോ, എയുടെ കേസിൽ നോക്കുക, എയുടെ കേസിൽ ഇവിടെ എറർ ആണ് വന്നിരിക്കുന്നത്. സോ നമുക്കിതിനെ കമന്റ് ചെയ്ത് വെക്കാം. എഗെയിൻ ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്, റൺ ചെയ്യാണ്. കണ്ടോ, വീണ്ടും എ സിയുടെ കേസിൽ ഇവിടെ എറർ ആണ് കാണിക്കുന്നത്. എറർ എന്താണ് കാണിച്ചിരിക്കുന്നത്? ദിസ് റെഫേഴ്സ് ടു ആംബിഗ്വസ് കേസ് ആണ് കാണിച്ചിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ഓഫ് എ സി ആൻഡ് എ ഇൻ ദ പാരന്റ് ക്ലാസ് ബി ആൻഡ് സിയിൽ എ ആൻഡ് എ സി രണ്ടിടത്തും വന്നിരിക്കുകയാണ്. സോ ദിസ് വിൽ ജനറേറ്റ് ആൻ ആംബിഗ്വസ് സിറ്റുവേഷൻ. അതുകൊണ്ട് ഇത് രണ്ടും നമുക്കിവിടെ വാലിഡ് അല്ല. ദെൻ
എ ബി ഓൾറെഡി ഞാൻ ഇവിടെ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് ഇനി നമുക്ക് ബി ബി ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടില്ല, അതുപോലെ സി ബിയും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, സോ ഇത് റൺ ചെയ്ത് വരുമ്പോൾ കണ്ടോ ഔട്ട്പുട്ടില് നോക്കുക ഏതൊക്കെ വാല്യൂസ് ആണ് ഡിസ്പ്ലേ ആയിട്ടുള്ളത്. എയുടെ വാല്യൂ ഡിസ്പ്ലേ ആയിട്ടില്ല, എ ബിയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, എ സിയുടേത് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, ബി എയുടെ വാല്യൂ ഫസ്റ്റ് തന്നെ ഡിസ്പ്ലേ ആയിരിക്കുന്നത് ബി എയുടെ വാല്യൂ 4 ആണ്. ദെൻ ഇവിടെ വന്നിരിക്കുന്നത് ബി സിയുടെ വാല്യൂ 6 നെക്സ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കുകയാണ്. ദെൻ സി എയുടെ വാല്യൂ 7 ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ദെൻ സി സിയുടെ വാല്യൂ 9 കറക്റ്റ് ആണ്. ദെൻ ഡി എ ഡി ബി ഡി സി 10 11 12. സോ ഇതുപോലെ ആംബിഗ്വസ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ഇൻ പാരന്റ്സ് വരികയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതുപോലെ ബ്ലോക്ക് ചെയ്യരുത്. നമുക്ക് ഒരു സിംഗിൾ കോപ്പി ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി നമ്മുടെ ചൈൽഡ് ക്ലാസ്സിൽ വരണം. അതാണ് നമ്മുടെ റിക്വയർമെന്റ് എന്ന് കരുതുക. നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു കേസ് വരരുത്. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസിന്റെ ഒരു സിംഗിൾ കോപ്പി ചൈൽഡിലോട്ട് വരണമെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേറെ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യും, അതാണ് വെർച്വൽ ക്ലാസ്. സോ വെർച്വൽ ആയിട്ട് ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ ഒരു സിംഗിൾ കോപ്പി ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റനെ ചൈൽഡ് ക്ലാസ്സിൽ കീപ്പ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.